ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ക്ലാസ് 9-ലെ ചാപ്റ്റർ 3 ദി വേൾഡ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ക്ലാസിഫൈ ദി ഫോളോയിങ് നമ്പേഴ്സ് ആർ റാഷണൽ ഓർ ഇറാഷണൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്വയർ റൂട്ട് ഓഫ് 24. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ടിനുള്ളിലാണ് ഒരു നമ്പർ തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ സ്ക്വയർ റൂട്ടിനുള്ളിൽ വന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കണം. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ 1, 4, 9, 16, 25, 36 അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ആ നമ്പർ റാഷണൽ ആണ്, അല്ലെങ്കിൽ ഇറാഷണൽ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 24, ഇവിടെ 24 എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ റൂട്ട് 24 എന്ന് പറയുന്നത് ഇറാഷണൽ. അടുത്തത് സ്ക്വയർ റൂട്ട് ഓഫ് 25. ഇവിടെ 25 എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആണ്. അതുപോലെ തന്നെ അത് റാഷണൽ നമ്പർ ആണ്. അടുത്തത് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അല്ലേ. അപ്പോൾ 0.343434 എക്സെട്ര. അപ്പോൾ ഇവിടെ ഈ ഡോട്ട് 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 കാണുമ്പോൾ നമുക്കറിയാം ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതേപോലെ ഇവിടെ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 3, 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്. അപ്പോൾ അത് എന്ത് നമ്പർ ആയിരിക്കും? റാഷണൽ. അടുത്തത് 0.254678 അങ്ങനെ പോവുകയാണ്. പക്ഷെ അത് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് 74-ൽ വന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതെന്ത് നമ്പർ ആയിരിക്കും? റാഷണൽ. അടുത്ത നമ്പർ നോക്കാം. 0.1212212222 അങ്ങനെ പോവാണ്. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗുമാണ്, എന്താണ്? റിപ്പീറ്റിംഗ് അല്ല. നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്. അപ്പോൾ ഇത് എന്ത് നമ്പർ ആയിരിക്കും? ഇറാഷണൽ. Without performing division, determine whether the decimal expansion of 18/125 is terminating or non-terminating. If it terminates, state the number of decimal places. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ, ഏതാണ് ഡിനോമിനേറ്റർ? 125. അപ്പോൾ ഈ 125 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 125നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5, 25 വീണ്ടും 5, 5. അപ്പോൾ 125 എന്ന് പറഞ്ഞാൽ എന്താണ്? 5ന്റെ ക്യൂബാണ്. ഇനി the decimal expansion of a rational number p by q in simplest form is terminating if and only if the prime factorization of the denominator q contains no prime factors other than 2, 5 or both. ഇതാണ് ഇതിൻ്റെ റൂള്. ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 2ഓ 5ഓ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനോ ആയിരിക്കണം. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് ടെർമിനേറ്റിംഗ് അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 5ന്റെ ഇത് മാത്രമേ ഉള്ളൂ. 5 ക്യൂബാണ്, 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഇഫ് ഇറ്റ് ടെർമിനേറ്റ്, സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ പ്രൈം ഫാക്ടർ ചെയ്തില്ലേ. അപ്പോൾ 5 ക്യൂബ് കിട്ടിയല്ലോ. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്താണ്? 3. അപ്പോൾ 3 ആണ്. അത്രയും പ്ലേസസ് ആയിരിക്കും ഉണ്ടാവുക. ദ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്ന് പറഞ്ഞത് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് കഴിയുമ്പോൾ അത് ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 3. അപ്പോൾ ഇതിൻ്റെ ഒരു റൂളും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ഇപ്പോൾ 125 എടുക്കേണ്ട, വേറെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് ഈക്വൽ ടു 2 a ഇൻറ്റു 5 b എന്ന് വിചാരിക്കുക. 2 a ഇൻറ്റു 5 b അതാണ് എൻ്റെ ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ട്, ഈ നമ്പർ എത്ര പ്ലേസ് കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്യും എന്നറിയാനായിട്ട് നമ്മൾ ഈ രണ്ട് നമ്പറിൻ്റെയും ഡിഗ്രി നോക്കുക. ഇത് കണ്ടോ, 2a, രണ്ടിൻ്റെ പവർ നോക്കുക. എയും ബിയും ആണ് അല്ലേ. അപ്പോൾ എ ആണോ ബി ആണോ, ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അത്രയും. ഇപ്പോൾ എ ആണ് വലുതെങ്കിൽ എ അത്രയും പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും ടെർമിനേറ്റ് ചെയ്യുക. ബി ആണെങ്കിൽ ബി പ്ലേസ് കഴിഞ്ഞിട്ടായിരിക്കും ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ എ ആണോ വലുത് ബി ആണോ വലുതെന്ന് ചെക്ക് ചെയ്യുക. Write an irrational number between 3.15777 and 3.16777. അപ്പോൾ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന നമ്പർ 3.15777.
അപ്പോൾ ഇതിൻ്റെ ഈ 777ൻ്റെയും 3.16777ൻ്റെ ഇടയിലുള്ള ഇറാഷണൽ നമ്പർ. ഇപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ 8, 9, 2, 1, 7, പിന്നെ വേണമെങ്കിൽ കുറേ ഡോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. പക്ഷേ 3.15777 കഴിഞ്ഞിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം. 3.16777ന് മുമ്പുള്ള ഒരു നമ്പർ ആയിരിക്കണം. പക്ഷേ അവർ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കാം, നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കാം. അങ്ങനെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. The absolute value of negative 2/3 is equal to 2/3. Absolute value represents its distance from dash on the number line. അപ്പം നമ്മുടെ നമ്പർ ലൈനിൽ ഒരു നമ്പർ, ഇപ്പം നമ്മുടെ നമ്പർ ലൈൻ വരച്ചു. ഈ നമ്പർ ലൈനിൽ ഇപ്പോൾ ഇവിടെ 0, 1, 2 അങ്ങനെ പോട്ടെ. അപ്പോൾ ഇവിടെ -2/3 ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ 2/3 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ -2/3 എന്ന് പറയുമ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഈ 0യിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല? നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൻ്റെ നമ്പർ ലൈനിൽ ഒരു നമ്പർ 0യിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് അബ്സല്യൂട്ട് വാല്യൂ. Rational numbers have a unique representation in the form p/q, where p and q are integers and q not equal to 0. State true or false. Rational numbers unique representation ആണോ ഉള്ളത്? അല്ല. ഇത് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 1/2 എന്ന് പറഞ്ഞിട്ടൊരു റാഷണൽ നമ്പർ എടുത്തു. ഇനി 2/4 എന്ന് പറയുന്ന നമ്പരും 1/2 ഈക്വൽ തന്നെയല്ലേ? നമ്മൾ 2ൻ്റെയും 4ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വീണ്ടും 1/2 കിട്ടും. അവരുടെ സിംപ്ലസ്റ്റ് ഫോം 1/2 ആണ്. അതേപോലെ തന്നെ 3/6 എടുത്താൽ അവരുടെ സിംപ്ലസ്റ്റ് ഫോം എന്താ? 1/2 തന്നെ. ഇനി 15/30 എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം 1/2 ആണ്. 200/400 എടുത്താലും സിംപ്ലസ്റ്റ് ഫോം 1/2 ആണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ യൂണിക് റെപ്രസെൻറ്റേഷൻ ആണോ ഉള്ളത്? അല്ല. പക്ഷെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 200/400ഉം 15/30 ഇതിനെല്ലാത്തിനെയും നമ്മൾ അവരെ സിംപ്ലസ്റ്റ് ഫോം ആക്കിയിട്ട് 1/2 ആയിരിക്കും ഇവരെ എല്ലാത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ലൈനിൽ. Convert 2.856 bar into p/q form, where p and q are integers and q not equal to 0. Let x equal to 2.856 bar. Equation 1. ഇനി നമ്മുടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ 1നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 10 gives ലെഫ്റ്റ് സൈഡിൽ 10x ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 28.56 ബാർ. ഇക്വേഷൻ 2. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് രണ്ട് പ്ലേസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിജിറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ 100 വെച്ചിട്ട് ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 2 × 100 1000x. നമ്മൾ 10xനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10xനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000x ഈക്വൽ ടു 28.56 ബാറിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പ്ലേസ് റൈറ്റിലേക്ക് പോകും. അപ്പോൾ 2856.56 ബാർ. ഇക്വേഷൻ 3. ഇനി 3യിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 1000x നിന്ന് 10x സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 990x ഈക്വൽ ടു 2856.56 ബാറിൽ നിന്നും 28.56 ബാർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.56 ബാറിൽ നിന്ന് 0.56 ബാർ പോകുമ്പോൾ അത് 0 ആയി. പിന്നെ 2856 നിന്ന് 28 പോകുന്ന സമയത്ത് നമുക്ക് 2828 എന്ന് കിട്ടും. അപ്പോൾ 2828. ഇക്വേഷൻ നമ്പർ ഇടേണ്ട ആവശ്യമില്ല. ഇനി x ഈക്വൽ ടു 2828 ഈ 990നെ റൈറ്റ് സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിപ്പോൾ സിംപ്ലസ്റ്റ് ഫോം ആണോ എന്ന് നോക്കണം. സിംപ്ലസ്റ്റ് ഫോം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളതെല്ലാം കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും 2 കോമൺ ആയിട്ടുണ്ടാവും. അപ്പോൾ 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക്
1414 ഡിവൈഡഡ് ബൈ 990നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 495 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ 2.856 ബാറിൻ്റെ P/Q ഫോം. Represent 8/5 and -7/4 on a number line. ഒരു നമ്പർ ലൈനിൽ 2 or 3 റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.